ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു തൈര് സാദമായിട്ടാണ് വന്നിരിക്കുന്നത്. തൈര് സാദം ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മളെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കലും ജോലിയൊക്കെ ആയിട്ട് പോയിരിക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേരമെങ്കിലും നല്ല ആഹാരം കഴിക്കാം. അപ്പോൾ ഇത് പൊന്നിയരിയും എടുക്കാം നമ്മൾക്ക്, അല്ലെങ്കിൽ പച്ചരി. ഞാൻ ജീരകശാലയാണ് എടുത്തത്. ഒരു 15 മിനിറ്റ് വരെ നല്ലപോലെ കുതിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലിട്ട് 1 കപ്പ് അരിക്ക് 2 കപ്പോളം വെള്ളം ഒഴിച്ച് ഉപ്പ് പൊടിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ചൂടുള്ള ചോറിലേക്ക് തന്നെ നമ്മൾ ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് കൂടുതൽ ടേസ്റ്റ് ഒഴിച്ച് നല്ലപോലെ ഉടച്ചെടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഉടച്ച് സ്മാഷാക്കി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് സാധാരണ വറവിടുന്ന പോലെ വറവിടാം. അതിലേക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നെയ്യാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ കടുക്, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ 2-3 പച്ചമുളക്, പിന്നെ 2-3 ഉണക്കമുളക്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വറവിട്ട് കഴിഞ്ഞ് നമ്മുടെ ആ ചോറ് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ തൈര് സാദം റെഡിയായി. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. പിന്നെ അപ്പോൾ ഇതുപോലുള്ള ഈസി വേയിലുള്ള റെസിപ്പീസായിട്ട് ഇനിയും കാണുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.